Hi students, welcome to new session of Ohm's Logic Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ മെഷീൻസിലെ പവർ സ്റ്റേജസ് ആണ്. ഓക്കെ, പവർ സ്റ്റേജസ് ഇൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്ന ലോസസ് ഇൻ മെഷീൻസ് അതൊന്ന് നോക്കാം. എന്തൊക്കെ ലോസസ് ആണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്തൊക്കെയായിരുന്നു ലോസസ് ഇൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ? ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതാം. ഒന്ന് വൈൻഡിങ് ലോസ്, രണ്ട് കോർ ലോസ്, മൂന്ന് മെക്കാനിക്കൽ ലോസ്. ഇതിൽ ആദ്യം വൈൻഡിങ് ലോസ് നോക്കാം. നമ്മൾ ഓൾറെഡി ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ബേസിക്സും വർക്കിങ്ങും എല്ലാം കവർ ചെയ്താണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. വൈൻഡിങ് ലോസ്, വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന I²R ലോസ് ആണ് വൈൻഡിങ് ലോസ്. അങ്ങനെയാണെങ്കിൽ ഈ വൈൻഡിങ് ലോസ് എവിടെയൊക്കെ ഉണ്ടാകും? സ്റ്റേറ്ററിലും ഉണ്ടാകും, റോട്ടറിലും ഉണ്ടാകും. സ്റ്റേറ്റർ വൈൻഡിങ് ലോസ്, അതുപോലെ റോട്ടറിലും ഉണ്ടാകും, റോട്ടർ വൈൻഡിങ് ലോസ്. റോട്ടർ കറണ്ട് കാരണം റോട്ടർ വൈൻഡിങ്സിൽ ഉണ്ടാകുന്നത് റോട്ടർ വൈൻഡിങ് ലോസ്. അത് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്, റോട്ടർ കോപ്പർ ലോസ് എന്ന് പറയുന്നു. അതുപോലെ സ്റ്റേറ്റർ കോപ്പർ ലോസ്. നെക്സ്റ്റ് കോർ ലോസ് ഏതൊക്കെയായിരുന്നു? നമുക്കറിയാം. എവിടെയൊക്കെ കോർ ഉണ്ട് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ? സ്റ്റേറ്റർ വൈൻഡിങ്സ് ഇരിക്കാൻ വേണ്ടി ഒരു കോർ ഉണ്ട്. അതുപോലെ തന്നെ റോട്ടറിനും കോറുണ്ട്, സ്റ്റേറ്ററിനും കോറുണ്ട്, സ്റ്റേറ്റർ കോർ ലോസ് ആൻഡ് റോട്ടർ കോർ ലോസ്. വേറെ സ്റ്റേറ്റർ കോർ ലോസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഹിസ്റ്റെറിസിസ് ലോസും ഉണ്ട്. ഏത് കോർ ലോസ് ആയിരുന്നാലും ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ടാകും. അതുപോലെ തന്നെ എഡ്ഡി കറന്റ് ലോസും ഉണ്ടാകും, എഡ്ഡി കറന്റ് ലോസ്. ഈ രണ്ട് ലോസിന്റെയും പ്രത്യേകത എന്താണ്? ദേ ഡിപ്പെൻഡ് ഓൺ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ആൻഡ് എന്ത് ഫ്രീക്വൻസി? സ്റ്റേറ്ററിൽ സപ്ലൈ ഫ്രീക്വൻസി ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി. ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമുക്കറിയാം സപ്ലൈ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്, ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റർ കോർ ലോസ് എന്താണ്? സ്റ്റേറ്റർ കോർ ലോസ് ആസ് എ ഹോൾ ഈസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ്. പ്രാക്ടിക്കലി അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റോട്ടർ കോർ ലോസിന്റെ കേസ് നോക്കാം. അതിലും എന്തൊക്കെ ലോസസ് ഉണ്ട്? ഹിസ്റ്റെറിസിസും ഉണ്ട്, ഹിസ്റ്റെറിസിസ് ലോസും ഉണ്ട്, എഡ്ഡി കറന്റ് ലോസും ഉണ്ട്. അവർ രണ്ടുപേരും ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസിയും, റോട്ടർ ഫ്രീക്വൻസി ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി. പക്ഷെ നമുക്കറിയാം റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്. S/F ആണ് നമ്മുടെ എഫ് ഡാഷ്. എന്ന് പറയുന്നത് റോട്ടർ ഫ്രീക്വൻസി. F'(S/F) അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. സോ എന്ത് പറ്റി? റോട്ടർ ഫ്രീക്വൻസി അത്രയും ചെറുതായത് കൊണ്ട് തന്നെ റോട്ടർ കോർ ലോസ് എന്താണ്? നെഗ്ലിജിബിൾ ആണ്. അടുത്തത് വരുന്ന ഏതൊക്കെയാണ്? മെക്കാനിക്കൽ ലോസസ്. ഒന്ന് വിൻഡേജ് ലോസും, എയർ ഫ്രിക്ഷൻ കാരണം വരുന്ന ലോസ്, വിൻഡേജ് ലോസും ഫ്രിക്ഷണൽ ലോസും. ഇത്രയാണ് ബേസിക്കലി ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്ന ലോസസ്. ഇതിനകത്ത് വൈൻഡിങ് ലോസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഉദാഹരണം റോട്ടർ വൈൻഡിങ്ങിലെ ലോസ് ആണെങ്കിൽ, റോട്ടറിലൂടെ ഉള്ള കറണ്ട് I2 ആണെങ്കിൽ, റോട്ടറിന്റെ റെസിസ്റ്റൻസ് R2 ആണെങ്കിൽ I²R2 ആണ് വൈൻഡിങ് ലോസ് അഥവാ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ഇത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആയതുകൊണ്ട് 3I²R2 ആണ് റോട്ടർ കോപ്പർ ലോസ്. കൺസെപ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഇത്രയും ലോസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പവർ സ്റ്റേജസിലേക്ക് കടക്കാം. പവർ സ്റ്റേജസ് സിമ്പിൾ ആണ്, കൺസെപ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക.
നമ്മുടെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 3 ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 3 ഫേസ് സപ്ലൈ കൊടുത്തു. അപ്പോൾ 3 ഫേസ് വൈൻഡിങ്ങിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അത് കാരണം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഏതിലൂടെ കടന്നു പോകുന്നു? കോറിലൂടെ കടന്നു പോകുന്നു. അവിടെ എന്തുണ്ടാകുന്നു? അയൺ ലോസ് ഉണ്ടാകുന്നു. സ്റ്റേറ്റർ വൈൻഡിങ്ങിലൂടെ നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുത്തപ്പോഴത്തേക്കും സ്റ്റേറ്റർ വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായപ്പോൾ അവിടെ എന്തുണ്ടായി? സ്റ്റേറ്റർ കോപ്പർ ലോസ് ഉണ്ടായി. കൺസെപ്റ്റ് ക്ലിയർ ആണ്? അപ്പൊ സ്റ്റേറ്ററിന് ഞാൻ കൊടുത്ത പവറിന്റെ പേര് P1. അതല്ലേ എന്റെ മോട്ടറിന്റെ ഇൻപുട്ട്. P1 ഞാൻ കൊടുത്തപ്പോൾ അവിടെ എന്തൊക്കെ ലോസ് ആയി പോയി? സ്റ്റേറ്റർ വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ കാരണം സ്റ്റേറ്റർ കോപ്പർ ലോസ് ഉണ്ടായി. നമ്മുടെ 3 ഫേസ് സപ്ലൈ കൊടുത്തപ്പോൾ ഉണ്ടായ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം അയൺ ലോസ് ഉണ്ടായി. ബാക്കി വരുന്ന പവർ അതിന്റെ പേര് P2. ബാക്കി പവർ എന്ന് പറയുന്നത് മോട്ടോർ ഇൻപുട്ട് മൈനസ് സ്റ്റേറ്റർ കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസ്. അതാണ് എന്ത്? P2. അത് എവിടെയാ കിട്ടുന്നത്? റോട്ടറിനല്ലേ ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത്. സ്റ്റേറ്ററിൽ നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുത്തപ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അത് എയർ ഗ്യാപ്പിലൂടെ റോട്ടറിലൂടെ കടന്നു പോകുന്നു. വർക്കിങ്ങിലേക്ക് ഞാൻ ഇനി കടക്കുന്നില്ല. അപ്പൊ റോട്ടറിന് എന്ത് കിട്ടി? പവർ കിട്ടി. ക്ലിയർ ആണ്? വർക്കിംഗ് ഡൗട്ട് ഉള്ളവര് പ്രീവിയസ് സെഷൻ വീഡിയോസ് കാണുക. റോട്ടറിന് പവർ കിട്ടി ഫ്രം സ്റ്റേറ്റർ ത്രൂ എയർ ഗ്യാപ്പ്. അതാണ് P2. ക്ലിയർ ആണ്? ഇനി ഈ P2 പവർ കിട്ടിയെന്ന് വെച്ചാൽ എന്ത് പറ്റി? നമ്മുടെ റോട്ടർ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ആണ്. അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. റോട്ടറിൽ EMF ഉണ്ടായി. റോട്ടർ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായി. വോൾട്ടേജും കറണ്ടും ഉണ്ടാവുകൊണ്ട് അവിടെ പവർ ഡെവലപ്പ് ആയി. ഈ റോട്ടറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായപ്പോൾ അവിടെ റോട്ടർ കോപ്പർ ലോസ് ഉണ്ടായി. ക്ലിയർ ആണ്? റോട്ടറിന് പവർ കിട്ടിയെങ്കിലും അവിടെ റോട്ടറിലൂടെ കറണ്ട് ഫ്ലോ കാരണം റോട്ടർ കോപ്പർ ലോസ് ഉണ്ടായി. ബാക്കിയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദി റോട്ടർ. ഇവിടെ റോട്ടറിന്റെ ഇൻപുട്ട് P2 ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് കുറഞ്ഞേ ബാക്കി നമുക്ക് പവർ ഡെവലപ്പ് ആകത്തുള്ളൂ? റോട്ടറിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസ് കുറഞ്ഞ് ബാക്കിയുള്ളത് മാത്രമാണ് പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ എന്ന് പറയുന്നത്. അതാണ് PM, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ. ക്ലിയർ ആണ്? അത് കാരണം അവിടെ ഉണ്ടാകുന്ന എന്റെ റോട്ടറിൽ ഉണ്ടാകുന്ന ടോർക്ക്, അതിനെ വിളിച്ച പേര് ഗ്രോസ് ടോർക്ക്. അതെന്താണ്? TG ആണ്. ടോർക്ക് ഡെവലപ്ഡ് ഇൻ റോട്ടർ അത് എന്തൊക്കെ കാരണം ഉണ്ടാകാം? TG ഈസ് ഡെവലപ്ഡ് ഇൻ റോട്ടർ either by PM or by P2. PM എന്ന് പറയുന്നത് മോട്ടറിൽ ഡെവലപ്പ് ചെയ്ത മെക്കാനിക്കൽ പവർ. റോട്ടറിൽ ഡെവലപ്പ് ചെയ്ത മെക്കാനിക്കൽ പവർ. അവിടെ റോട്ടറിന്റെ സ്പീഡ് എന്താണ്? സ്പീഡ് ഓഫ് ദി മോട്ടർ N ആണ്. എന്റെ P2 റോട്ടറിന് ഇൻപുട്ട് ആയിട്ട് കിട്ടിയ പവർ അത് P2. അവിടെ ഡെവലപ്പ് ചെയ്തതും എന്താണ്? TG ആണ്. റോട്ടറിൽ സെയിം റോട്ടർ അല്ലേ? അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എന്താണ്? TG തന്നെയാണ്. പക്ഷെ ഇവിടെ P2 കിട്ടിയത് ആര് കാരണമാണ്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ്. അതിന്റെ സ്പീഡ് NS ആണ്. സിൻക്രണസ് സ്പീഡ് ആണ്. ബോത്ത് N and NS are in RPM. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആണ്? നമുക്ക് റോട്ടറിൽ മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്തു, PM കിട്ടി. അതിന് ഷാഫ്റ്റിലേക്ക് കൊടുക്കണം. നമ്മുടെ മെക്കാനിക്കൽ ലോഡിലേക്ക് കൊടുക്കാൻ ത്രൂ ഷാഫ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അതാണ് നമ്മുടെ റോട്ടർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ റോട്ടർ ഔട്ട്പുട്ട് എപ്പോഴാണ് കിട്ടുന്നത്? എന്റെ റോട്ടറിൽ ഞാൻ ഷാഫ്റ്റ് മുഖേന ഒരു മെക്കാനിക്കൽ ലോഡ് കപ്പിൾ ചെയ്യുമ്പോൾ എന്ത് പറ്റി? ഇവിടെ റോട്ടറിൽ ഉണ്ടായ പവർ ഇസ് ട്രാൻസ്ഫേർഡ് ടു മെക്കാനിക്കൽ ലോഡ് ത്രൂ ഷാഫ്റ്റ്. അപ്പോൾ അവിടെ എന്ത് ലോസ് ഉണ്ടാകും? റോട്ടർ കറങ്ങുമ്പോൾ അവിടെ വിൻഡേജ് ആൻഡ് ഫ്രിക്ഷണൽ ലോസ്, അതായത് മെക്കാനിക്കൽ ലോസ് അവിടെ ഉണ്ടാകുന്നു. റോട്ടറിൽ ഡെവലപ്പ് ചെയ്ത പവർ മൈനസ് മെക്കാനിക്കൽ ലോസ് ആണ് എന്ത്? നമ്മുടെ P ഔട്ട്, റോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ്. റോട്ടറിന്റെ ഔട്ട്പുട്ട് മീൻസ് എൻറ്റയർ മെഷീന്റെ ഔട്ട്പുട്ട്. അതാണ് നമ്മുടെ P ഔട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് പവർ സ്റ്റേജസ്. ഇനി നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് റിലേഷൻസിലേക്ക്, ടോർക്ക് ഡെവലപ്ഡ് ഇൻ മെഷീന്, അതുപോലെ തന്നെ റോട്ടർ കോപ്പർ ലോസും റോട്ടറിന്റെ ഇൻപുട്ടും റോട്ടറിന്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു സ്ലിപ്പ്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇവിടെ നെയിം ചെയ്തിരിക്കുന്നതൊക്കെ നോക്കുക. മോട്ടറിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആളുടെ പേര് P1. അത്
എയർ ഗ്യാപ്പ് മുഖേന റോട്ടറിലേക്ക് കിട്ടുകയാണ് ആ പവർ. ഓക്കെ, അതെന്താണ്? P2 ആണ്. റോട്ടറിലെ കോപ്പർ ലോസ് കഴിഞ്ഞ് ബാക്കി ഉണ്ടാകുന്നതാണ് നമ്മുടെ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ. അതിന് PM എന്ന് വിളിച്ചു. റോട്ടറിൽ ഡെവലപ്പ് ചെയ്ത ടോർക്ക് എന്ന് പറയുന്നത് ഗ്രോസ് ടോർക്ക് TG ആണ്. ഇനി മോട്ടറിൽ നിന്ന് മെക്കാനിക്കൽ ലോഡിലേക്ക് ത്രൂ ഷാഫ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? മെക്കാനിക്കൽ ലോസ് ഉണ്ടാകുന്നു. ബാക്കി വരുന്നതാണ് എന്റെ റോട്ടർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെഷീന്റെ ഔട്ട്പുട്ട് P ഔട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം, അല്ലെങ്കിൽ ഇതിനെ PSH എന്നും വിളിക്കാം, ഷാഫ്റ്റ് പവർ. ഓക്കെ, ഈ ഒരു ബേസിക്സ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ഹെഡിങ് ടോർക്ക്. പവർ സ്റ്റേജസ് ഇൻ ഇൻഡക്ഷൻ മോട്ടറിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. ടോർക്ക്, മെക്കാനിക്കൽ പവർ ആൻഡ് റോട്ടർ ഔട്ട്പുട്ട്. റോട്ടർ ഔട്ട്പുട്ട് ഇവരുടെ എല്ലാവരുടെയും റിലേഷൻസ് എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്ററിന് കൊടുക്കുന്ന P1 ആണ്. സ്റ്റേറ്ററിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, സ്റ്റേറ്ററിന് നമ്മൾ കൊടുത്ത ഇൻപുട്ട്, സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? P1. P1 സ്റ്റേറ്ററിൽ കൊടുത്തപ്പോൾ, ഫിഗറിൽ നോക്കാതെ തന്നെ നിങ്ങൾ ആലോചിക്കുക, P1 സ്റ്റേറ്ററിലേക്ക് കൊടുത്തപ്പോൾ അവിടെ സ്റ്റേറ്ററിൽ കോർ ലോസ് ഉണ്ടായി, പിന്നെ സ്റ്റേറ്ററിൽ കോപ്പർ ലോസും ഉണ്ടായി. അപ്പോ P1 ഈസ് ഈക്വൽ ടു, ബാക്കി വരുന്നതാണ് സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട്. സ്റ്റേറ്റർ ഔട്ട്പുട്ട് പ്ലസ് സ്റ്റേറ്റർ ലോസസ് ആണ് സ്റ്റേറ്ററിന്റെ ഇൻപുട്ട്. ഡൗട്ട് ഉള്ള ഒരു ഫിഗറിലേക്ക് നോക്കുക, കണ്ടോ? ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് ഈ ഫിഗറിലേക്ക് നോക്കാം. നമ്മൾ മോട്ടറിന്റെ ഇൻപുട്ട്, അതായത് സ്റ്റേറ്ററിലേക്ക് 3 ഫേസ് സപ്ലൈ കൊടുത്തപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്ത പവർ ആണ് P1. സ്റ്റേറ്ററിന് കൊടുത്ത പവർ, അവിടെ ലോസസ് കഴിഞ്ഞ്, സ്റ്റേറ്റർ കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസ് കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് റോട്ടറിന്റെ ഇൻപുട്ട് ത്രൂ എയർ ഗ്യാപ്പ്. അത് തന്നെ അല്ലേ സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട്? അപ്പൊ അത്രേ പറഞ്ഞുള്ളൂ. സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്റ്റേറ്ററിന്റെ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് പ്ലസ് അവിടുത്തെ ലോസസ്. ഓക്കെ, അത് ക്ലിയർ ആണ് എല്ലാവർക്കും? നെക്സ്റ്റ്, പിന്നെ ഇവിടെ ഓർക്കേണ്ട കേസ് ഇത് തന്നെയാണ് നമ്മുടെ എന്താ, റോട്ടറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് വിട്ടുപോകരുത്. ഇത് മൊത്തം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഇൻഡക്ഷൻ ആണ്. എയർ ഗ്യാപ്പ് മുഖേനയാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ ഇല്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ്, സിമിലർലി അടുത്ത ഏത് സ്റ്റേജാ വരുന്നത്? റോട്ടറിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. റോട്ടറിന്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോട്ടറിൽ ഇനി പവർ ഡെവലപ്പ് ചെയ്യണം. അതിന്റെ പേരായിരുന്നു PM. PM ഈസ് ഈക്വൽ ടു റോട്ടറിന്റെ ഇൻപുട്ട് മൈനസ് റോട്ടറിന്റെ കോപ്പർ ലോസ് അല്ലേ? ഡൗട്ട് ഉള്ള ഒരു ഫിഗറിലേക്ക് നോക്കിയോ. റോട്ടറിന്റെ ഇൻപുട്ട് P2 ആണ്. റോട്ടറിൽ ഡെവലപ്പ് ചെയ്ത പവർ PM ആണ്. PM-ൽ നിന്ന് PM-ഉം റോട്ടർ കോപ്പർ ലോസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോട്ടറിന് കിട്ടിയ ഇൻപുട്ട് കിട്ടും. P2 ഈസ് ഈക്വൽ ടു PM പ്ലസ് കോപ്പർ ലോസ് ഇൻ റോട്ടർ. അത് നമുക്ക് എങ്ങനെ എഴുതാം? PM ഈസ് ഈക്വൽ ടു റോട്ടർ ഇൻപുട്ട് മൈനസ് റോട്ടർ കോപ്പർ ലോസ്. റോട്ടർ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? P2 മൈനസ് റോട്ടർ കോപ്പർ ലോസ്. ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഇത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ടോർക്ക് ഡെവലപ്പ് നോക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മളെ റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക്, അതിന്റെ പേരെന്താണ്? ഗ്രോസ് ടോർക്ക് ഡെവലപ്ഡ് ഇൻ റോട്ടർ. പേര് TG. TG can be represented in terms of PM as well as P2. അതായത് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടറിന്റെ ടേംസിലും അല്ലെങ്കിൽ റോട്ടർ ഇൻപുട്ടിന്റെ ടേംസിലും നമുക്ക് TG റെപ്രസെന്റ് ചെയ്യാം. ആദ്യം PM-ന്റെ ടേംസ് ചെയ്യാം.
അതെങ്ങനെ വരും നമുക്കറിയാം. P is equal to എങ്ങനെയായിരുന്നു ടോർക്കും പവറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു? P is equal to T ഒമേഗ. ബേസിക് റിലേഷൻ നമുക്കറിയാം, പവറും ടോർക്കും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. P is equal to F into V ആണെന്ന് നമുക്കറിയാം. അത് ലീനിയർ മോഷന്റെ കേസിൽ, ഇത് സർക്കുലേറ്ററി മോഷൻ ആകുമ്പോൾ എന്ത് വരും? ഫോഴ്സ് മാറി ടോർക്ക് ആവും, ലീനിയർ വെലോസിറ്റി മാറി ആംഗുലർ വെലോസിറ്റി ആവും. തീരെ ബേസിക്സ് ആണ്. ഇത് അറിഞ്ഞുകൂടാത്തവര് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണെന്ന് അറിയാം. വർക്ക് പെർ യൂണിറ്റ് ടൈം ആണെന്ന് അറിയാം. വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. ബൈ ടൈം എഫ് ഇൻറ്റു ഡി ബൈ ടി. ഡി ബൈ ടി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്. സോ പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ആണ്. സർക്കുലേറ്ററി മോഷൻ ആകുമ്പോഴത്തേക്കും എന്ത് വരും? പവർ ഇസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. ഇത്രയും ബേസിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക. പി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഒമേഗ. സോ ടി ഇസ് ഈക്വൽ ടു എന്തെന്നറിയാം? പി ബൈ ഒമേഗ ആണെന്ന് ജനറലി നമുക്കറിയാം. അപ്പൊ ഇൻ ടേംസ് ഓഫ് ഏതാ എഴുതാൻ പോകുന്നത്? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടറിന്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ പി എം ഡിവൈഡഡ് ബൈ ഒമേഗ. ഈ ഒമേഗ ഏത് ഒമേഗയാണ്? ഒമേഗ ഓഫ് റോട്ടർ. ഒമേഗ ഓഫ് റോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60, where n is speed of rotor in RPM. Speed of rotor in RPM. അത് ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? PM ഡിവൈഡഡ് ബൈ 2πn/60 എന്ന് എഴുതാം. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇക്വേഷൻ 3. നെക്സ്റ്റ്, TG can also be represented in terms of ഏത്? നേരത്തെ പറഞ്ഞു, റോട്ടർ ഇൻപുട്ടിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം. P2 ഡിവൈഡഡ് ബൈ ഒമേഗ. റോട്ടറിന്റെ ഇൻപുട്ടിന്റെ ടേംസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. P2 ബൈ ഒമേഗ. ആ ഒമേഗ എന്ത് ഒമേഗയാണ്? റോട്ടറിന് ഇൻപുട്ട് കിട്ടിയത് എവിടെ നിന്നാണ്? ആര് കാരണമാണ്? സ്റ്റേറ്ററിൽ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് കാരണം, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് എയർ ഗ്യാപ്പ് മുഖേന റോട്ടറിന് പവർ കിട്ടിയത്. അപ്പൊ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് അല്ലേ അവിടെ എടുക്കേണ്ടത്? അതെന്താണ്? ഒമേഗ എസ്. ഒമേഗ എസ് എന്ന് പറയുന്നത് എന്താണ്? 2πns/60, വേർ ns എന്ന് പറയുന്നത് എന്താണ്? സിൻക്രണസ് സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ RPM. എല്ലാം RPM-ലാണ്. എന്ത് വരും? P2 ഡിവൈഡഡ് ബൈ 2πns/60. ഇക്വേഷൻ 4. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ ടോർക്ക് ഡെവലപ്മെന്റിന്റെ കേസും പവറിന്റെ കേസും ലോസസും എല്ലാം ക്ലിയർ ആണ്. ഇനി ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 3-ൽ നിന്ന്, ഫ്രം 3 നമുക്കറിയാം PM is equal to TG into 2πn/60 എന്നറിയാം. And from equation 4, P2 is equal to TG into 2πns/60 എന്നും അറിയാം. ഇത് എന്തുകൊണ്ടായിരിക്കും ഞാൻ PM ഉം P2-ന്റെ ടേംസിൽ ഇപ്പൊ എടുക്കേണ്ടി വന്നത്? നമുക്ക് ഇവിടെ ഒരു റിലേഷൻ കിടക്കുകയില്ലേ? PM P2 റോട്ടർ കോപ്പർ ലോസ്. ഇവര് തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തത്? PM-ന്റെയും P2-ന്റെയും റിലേഷൻ ഇവിടെ നിന്ന് എടുത്തത്. അപ്പൊ PM ഉം കിട്ടി, P2 കിട്ടി. അപ്പൊ എനിക്ക് റോട്ടർ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? P2 മൈനസ് PM. റോട്ടർ ഇവിടെ നമുക്ക് അറിഞ്ഞൂടെ? റോട്ടർ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു P2 മൈനസ് PM. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും, ഇക്വേഷൻ 5 ആൻഡ് ഇക്വേഷൻ 6 ഉപയോഗിച്ച് P2 മൈനസ് PM, റോട്ടർ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു റോട്ടറിന് കിട്ടിയ ഇൻപുട്ട്, അതായത് P2 മൈനസ് റോട്ടറിൽ ഡെവലപ്പ് ചെയ്ത പവർ PM. നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. P2 എന്ന് വെച്ചാൽ എന്താണ്? TG into 2πns/60. TG into 2πns/60.
മൈനസ് പി എം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടി ജി ഇൻറ്റു 2πn/60. ടി ജി കോമൺ എടുക്കുക, ഗ്രോസ് ടോർക്ക് ടി ജി ഇൻറ്റു ഇവിടെ വേറെ ആരൊക്കെ കോമൺ ആയിട്ടുണ്ട്? 2π/60. 2π/60 കോമൺ. ബാക്കി എന്ത് വരും? ns മൈനസ് n എന്ന് വന്നു. ഇതെന്താണ്? റോട്ടർ കോപ്പർ ലോസ്. ഓക്കെ, ഇതുവരെ നമുക്ക് കിട്ടി ഇക്വേഷൻ 7. ഇക്വേഷന്റെ എണ്ണവും നിങ്ങൾ നോക്കണ്ട. ടി ജി ഇൻറ്റു 2π/60 ഇൻറ്റു ns മൈനസ് n എന്ന് കിട്ടി. ഈ ns മൈനസ് n അതെന്തായിരുന്നു? നമ്മുടെ സ്ലിപ്പ് സ്പീഡ് ആയിരുന്നു. സ്ലിപ്പ് സ്പീഡ്. അപ്പൊ ഇവിടെ സ്ലിപ്പും കൂടെ വരണമെങ്കിൽ ആര് വരണം? ഒരു ബൈ ns കൂടെ വരണം. ആ nsനെ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ns വരുന്ന ഇക്വേഷൻ ഏതുണ്ട്? ദാ കിടക്കുന്നു. P2 = TG ഇൻറ്റു 2πns/60 കിടക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ 7 ഡിവൈഡഡ് ബൈ P2 ചെയ്തു. അപ്പൊ എന്ത് വരും? റോട്ടർ കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ P2 is equal to TG ഇൻറ്റു 2πns മൈനസ് n ഡിവൈഡ് ബൈ 60 ഇൻറ്റു ഇവിടെ ബൈ P2 ചെയ്യണ്ടേ? നമ്മുടെ P2 എന്ന് പറയുന്നത് ആരാണ്? TG ഇൻറ്റു 2πns/60. അപ്പൊ ബൈ P2 ചെയ്യണം. ബൈ P2 ചെയ്യുമ്പോൾ നേരെ തിരിയുന്നു. 60 ഡിവൈഡഡ് ബൈ TG ഇൻറ്റു 2πns. ക്യാൻസൽ ചെയ്യാനുള്ളവരെയൊക്കെ ക്യാൻസൽ ചെയ്ത് നോക്കൂ. 60 ക്യാൻസൽ, TG ക്യാൻസൽഡ്, 2π ക്യാൻസൽഡ്. ബാക്കി എന്ത് വരും? ns മൈനസ് n ഡിവൈഡഡ് ബൈ ns. അതെന്തായിരുന്നു? സ്ലിപ്പ് ആയിരുന്നു. ഇതാണ് നമ്മുടെ സ്ലിപ്പ്. യെസ്, സ്ലിപ്പ് ഡിനോട്ട് ചെയ്യുന്നത് SH. അപ്പൊ എന്ത് വരും? റോട്ടർ കോപ്പർ ലോസ്. വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. ബൈ P2 is equal to S implies rotor copper loss is equal to S into P2 എന്ന് പറയുന്നത് ആരായിരുന്നു? റോട്ടറിന്റെ ഇൻപുട്ട് അല്ലേ, അഥവാ സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട്. അതാ ഫിഗറിൽ നോക്കൂ. റോട്ടറിന്റെ ഇൻപുട്ട്, സ്റ്റേറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, അതാണ് നമ്മുടെ റോട്ടറിന്റെ ഇൻപുട്ട്. അതാണ് P2. നമുക്ക് ഇവിടെ എഴുതാം റോട്ടർ കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു S into P2 എന്ന് വെച്ചാൽ റോട്ടർ ഇൻപുട്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റു കുറച്ച് റിലേഷൻസ് കൂടെ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മുടെ റോട്ടർ ഗ്രോസ് ഔട്ട്പുട്ട്, അതായത് PM മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ, അതും റോട്ടറിന്റെ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ വരും എന്ന് നോക്കാം. നെക്സ്റ്റ്, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ, അത് നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? PM. അതിനെ ഗ്രോസ് പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ എന്നും പറയാം. PM is equal to എങ്ങനെ എഴുതാം? അതിന് കൊടുത്ത ഇൻപുട്ട് P2 മൈനസ് റോട്ടർ കോപ്പർ ലോസ്. കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ P2 മൈനസ് റോട്ടർ കോപ്പർ ലോസിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു. റോട്ടർ കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു S ഇൻറ്റു റോട്ടർ ഇൻപുട്ട്. സോ ഈ റിലേഷൻ നമുക്ക് എന്ത് എഴുതാം? PM ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു P2 യുടെ കോമൺ എടുത്തേ, ബാക്കി എന്ത് വരും? 1 മൈനസ് S. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ PM is equal to P2 into 1 minus S. അങ്ങനെ ഒരു റിലേഷനും കൂടെ നമുക്ക് കിട്ടി. ക്ലിയർ ആണ് എല്ലാവർക്കും? നെക്സ്റ്റ്, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ഇവിടെ PM is equal to P2 into 1 minus S. അതായത് PM by P2 is equal to 1 minus S. എന്താണ് ഈ PM by P2? PM എന്ന് പറയുന്നത് റോട്ടറിന്റെ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ റോട്ടർ ഡിവൈഡഡ് ബൈ റോട്ടർ ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താണ്? റോട്ടറിന്റെ എഫിഷ്യൻസി അല്ലേ ഈ കാണിക്കുന്നത്.
റോട്ടർ എഫിഷ്യൻസി is equal to 1 minus s എന്ന് കിട്ടി. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട എസ് ഇവിടെ വല്ല റിലേഷൻ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നമുക്കറിയാം s is equal to ns minus n by ns ആണെന്ന് അറിയാം. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ns by ns minus n by ns എന്ന് വരും. that is equal to 1 minus n by ns എന്ന് വരും. ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാം? implies ഈ ഒരു ടേം ഇങ്ങോട്ട് പോയാൽ n by ns is equal to 1 minus s. അതല്ലേ ഇവിടെ കിടക്കുന്നത് 1 minus s. so it can be written as n by ns. so എന്നോട് റോട്ടർ എഫിഷ്യൻസി ഓഫ് ദി ഗിവൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ചോദിച്ചിട്ട് അതിനകത്ത് ns കണ്ടുപിടിക്കാനുള്ള വാല്യൂസും ഉണ്ട്, മോട്ടറിന്റെ സ്പീഡും ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ റോട്ടർ എഫിഷ്യൻസി കണ്ടുപിടിച്ചുകൂടെ? അതിന് പവറിന്റെ വാല്യൂ എന്തെങ്കിലും വേണോ? വേണ്ട. ആകെ വേണ്ടത് സിൻക്രോണസ് സ്പീഡ് ഓഫ് ദി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വേണം ns. അതുപോലെ തന്നെ മോട്ടറിന്റെ സ്പീഡും വേണം. ns ഡയറക്റ്റ് തരണമെന്നില്ല. ns is equal to എങ്ങനെ കണ്ടുപിടിക്കാം? 120 f/p. അപ്പൊ ഫ്രീക്വൻസിയും നമ്പർ ഓഫ് പോൾസും ക്വസ്റ്റ്യനിൽ തന്നിരിക്കാം. അപ്പൊ ns കണ്ടുപിടിക്കാം, n തന്നിട്ടുണ്ടാകും, അത് വെച്ച് റോട്ടറിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് സ്ഥിരം വരുന്ന ടൈപ്പ് ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഇനി റോട്ടറിന്റെ ഇൻപുട്ടും റോട്ടറിന്റെ കോപ്പർ ലോസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു? റോട്ടറിന്റെ കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു s into p2 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റോട്ടർ കോപ്പർ ലോസും റോട്ടറിന്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ കൊണ്ട് നമുക്ക് കണ്ടുപിടിച്ചാലോ? അല്ലെ? അതെങ്ങനെ കണ്ടുപിടിക്കും? റോട്ടർ കോപ്പർ ലോസ് ബൈ റോട്ടർ ഗ്രോസ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദി റോട്ടർ, അതാണ് ഉദ്ദേശിക്കുന്നത്. റോട്ടർ കോപ്പർ ലോസ് ബൈ PM. ക്ലിയർ ആണ്? വാക്കുകൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, പറയുന്ന ടേംസ് നമ്മളൊന്ന് തിരിഞ്ഞു വരുന്നത്, ഇതിൽ ഏത് വന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ റോട്ടർ ഗ്രോസ് ഔട്ട്പുട്ട് പവർ. ഓക്കെ, ഷാഫ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന പവർ റോട്ടറിന്റെ നെറ്റ് ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ. ഇവിടെ വേണ്ടത് റോട്ടർ കോപ്പർ ലോസ് ബൈ റോട്ടർ ഗ്രോസ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദി റോട്ടർ ആണ്. സോ റോട്ടർ കോപ്പർ ലോസ് ബൈ PM ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റോട്ടർ കോപ്പർ ലോസും റോട്ടർ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ്? s into p2 ആണ്. PM ഉം p2 തമ്മിലുള്ള റിലേഷൻ അറിയാം. എങ്ങനെയായിരുന്നു? PM is equal to p2 into 1 minus s എന്നറിയാം. സോ p2 ക്യാൻസൽ ഔട്ട് ആയി പോയി, ബാക്കി s by 1 minus s എന്ന് വന്നു. അതാണ് എന്ത്? റോട്ടർ കോപ്പർ ലോസും മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദി റോട്ടറും തമ്മിലുള്ള റിലേഷൻ. റോട്ടർ കോപ്പർ ലോസ് ബൈ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദി റോട്ടർ ഈസ് ഈക്വൽ ടു s by 1 minus s. കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണ്? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി ഇവരെല്ലാവരുടെയും റിലേഷൻ നമുക്കൊന്ന് ഒരുമിച്ച് എടുത്ത് എഴുതാം. അതോടുകൂടി ഈ ഒരു സെഷൻ കഴിയും. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ റോട്ടർ ഇൻപുട്ട് ഈസ് ടു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദി റോട്ടർ ഈസ് ടു കോപ്പർ ലോസ്. ടോട്ടൽ കോപ്പർ ലോസ് ആണ്, ടോട്ടൽ റോട്ടർ കോപ്പർ ലോസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അവര് തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അതിനു മുന്നേ ഈ റോട്ടർ കോപ്പർ ലോസ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നില്ലേ, ഈസ് ഈക്വൽ ടു s into p2 എന്ന്. ഇത് എന്താണ് ആക്ച്വലി? റോട്ടർ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ്? 3 into I2 square R2 തന്നെയാണ് കേട്ടോ. ഒരു ഫേസിലെ അല്ല, ടോട്ടൽ റോട്ടർ കോപ്പർ ലോസ് ആണ് ഈ പറയുന്നത്. എത്ര? s into p2 എന്ന് പറയുന്നത്. അത് തിരിഞ്ഞു വരുന്നത് പ്രോബ്ലംസ് ചെയ്യാൻ നേരം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, so P2 is to PM is to total rotor copper loss അഥവാ 3 into I2 square R2. അത് തെറ്റിപ്പോയിരുന്നു. ഓക്കെ, അതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? എല്ലാം നമ്മൾ റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റോട്ടർ ഇൻപുട്ടും ആയിട്ടാണ്. അപ്പൊ P2ഉം റോട്ടർ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? P2 തന്നെയല്ലേ റോട്ടർ ഇൻപുട്ട്. അപ്പൊ 1 is to
പി എമ്മും പി ടു തമ്മിലുള്ള റിലേഷൻ എന്താണ്? പി എമ്മും റോട്ടർ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഇപ്പൊ ചെയ്തു വെച്ചതേ ഉള്ളൂ. എന്തായിരുന്നു? വൺ മൈനസ് എസ് നമ്മളിപ്പോ ചെയ്തല്ലേ എവിടെ? പി ടു പി എമ്മും തമ്മിലുള്ള റിലേഷൻ പി എം ഇസ് ഈക്വൽ ടു പി ടു ടൈംസ് വൺ മൈനസ് എസ്. വൺ മൈനസ് എസ് ഈസ് ടു കോപ്പർ ലോസും റോട്ടർ കോപ്പർ ലോസും പി ടു തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു? എസ് ടൈം പി ടു. ക്ലിയർ ആണ് എല്ലാവർക്കും കോൺസെപ്റ്റ്? ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇതെങ്ങനെ വന്നു? ഈ ഒരു റിലേഷൻ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഓരോരുത്തരും തമ്മിലുള്ള റിലേഷൻ കിട്ടും. പി ടുവും പി എമ്മും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കിട്ടും? പി ടു ബൈ പി എം ഈസ് ഈക്വൽ ടു 1/1 മൈനസ് എസ്. അതുപോലെ വേറെ ഏതൊക്കെ റിലേഷൻ കിട്ടും? ആൻഡ് പി എം ഈസ് ടു റോട്ടർ കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു എന്താണ്? രണ്ടാമത്തത് മൂന്നാമത്തത് 1 മൈനസ് എസ് ബൈ എസ്. അതുപോലെ പി ടുവും റോട്ടർ കോപ്പർ ലോസും തമ്മിലുള്ള റിലേഷൻ പി ടു ബൈ റോട്ടർ കോപ്പർ ലോസ്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. പി ടു ബൈ റോട്ടർ കോപ്പർ ലോസ് ഇസിക്കൽ ടു എന്ത് വരും? 1/s. ക്ലിയർ ആണ്? 1/s. ഇതിൽ നിന്ന് റോട്ടർ കോപ്പർ ലോസ് ഇസിക്കൽ ടു എസ് ഇൻറ്റു പി ടു. അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സെഷനിൽ ഈ വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നെക്സ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യുക. അതിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.